സുവിശേഷ ഭാഷ്യം അൽമായ വീക്ഷണത്തിൽ ഫെബ്രുവരി 1 ദനഹ 5-ാം ഞായർ. വചനഭാഗം മർക്കോസ് അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. പൊളിക്കപ്പെടുന്ന മേൽക്കൂരകൾ. രചന അഡ്വക്കേറ്റ് ലിറ്റോ പാലത്തിങ്കൽ. പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് എത്തുമ്പോൾ നാം കാണുക വിധിക്കുന്ന ദൈവത്തിൽ നിന്ന് കരുണയുള്ള ദൈവത്തിലേക്കുള്ള പരിണാമമാണ്. മർക്കോസിന്റെ സുവിശേഷത്തിന്റെ ആദ്യ അധ്യായങ്ങളിൽ അത്തരം ഒരു പ്രത്യേകത പ്രകടമാണ്. പിശാച് ബാധിതനെയും കുഷ്ഠരോഗിയെയും തളർവാദ രോഗിയെയും സുഖപ്പെടുത്തുന്ന അത്തരം നന്മ പ്രവൃത്തികൾക്ക് സാപത്തിന്റെ കടുത്ത നിയമങ്ങൾ പോലും തടസ്സമല്ല എന്ന് പ്രഖ്യാപിക്കുന്ന യേശുവിനെ നമ്മൾ അവിടെ കാണും. ഒരു മനുഷ്യനെ കണ്ടാൽ അയാളെ വിധിക്കുന്നതാണോ അതോ അയാളോട് കരുണ കാണിക്കുന്നതാണോ എളുപ്പം? അത് നമ്മുടെ കാഴ്ചപ്പാടും ജീവിതശൈലിയും അനുസരിച്ചിരിക്കും. തളർവാദ രോഗിയെ കണ്ടപ്പോൾ യേശുവിൻ്റെ മനസ്സിലുണ്ടായത് കരുണയാണ്. പക്ഷേ അവിടെ കാഴ്ചക്കാരായി നിന്ന മതനിയമ പണ്ഡിതർക്കുണ്ടായത് അവനെ വിധിക്കാനുള്ള ത്വരയാണ്. ആ ചിന്ത മാനുഷികവും എന്നാൽ കരുണ ദൈവികവുമാണ്. മനുഷ്യനിൽ നിന്ന് ദൈവത്തിലേക്കുള്ള വഴിയിൽ നമുക്ക് തടസ്സമാകുന്നത് ആരെയും വിധിക്കാനുള്ള ത്വരയാണ്. അതിനു പകരം നമ്മിൽ കരുണയാണ് ഉണ്ടാകേണ്ടത് എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നു. കേൾക്കലിൽ ഒതുങ്ങേണ്ടതല്ല വചന ശുശ്രൂഷ. രക്ഷാകര പദ്ധതിയിൽ മനുഷ്യ പങ്കാളിത്തത്തിൻ്റെ വിശദീകരണമാണ് പുതിയ നിയമം. അക്കാര്യത്തിൽ മനോഹരമായ അവതരണമാണ് ഈ സുവിശേഷ ഭാഗം. പഴയ നിയമത്തിൽ പ്രധാനമായും നിർബന്ധമായും പാലിക്കപ്പെടുന്ന യഹൂദ നിയമങ്ങളാണെങ്കിൽ അവയിൽ ഏറ്റവും പ്രധാനം ദൈവവചന വായനയും വ്യാഖ്യാനവുമാണ്. എന്നാൽ അത് പ്രവൃത്തിയില്ലാത്ത ശബ്ദവും ആലോചനയും മാത്രമാണ്. നിർജീവമായ ആ ശബ്ദാഘോഷങ്ങളെക്കാൾ ദൈവത്തിനിഷ്ടം കരുണയുടെ പ്രവൃത്തികളാണെന്ന് യേശു ഇവിടെ വ്യക്തമാക്കുന്നു. അവനവൻ്റെ സൗകര്യം മാത്രം നോക്കി സ്വസ്ഥമായിരുന്ന ആ കേൾവിക്കാർ ഒരു തളർവാദ രോഗി തൊട്ടരികിൽ വന്നിട്ടും വഴിയൊരുക്കി മാറിക്കൊടുക്കുന്നില്ല എന്നതും നാം ശ്രദ്ധിക്കണം. ഇതാണ് പാറമുകളിൽ വീണ് ഉപകാരപ്പെടാതെ പോകുന്ന വിത്തുകൾ. കേട്ട് ബോധ്യപ്പെട്ടവയുടെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ സുഖം ഒരല്പം വേണ്ടെന്ന് വെച്ച് മറ്റൊരാൾക്ക് ഉപകാരപ്പെടാവുന്ന നന്മ പ്രവൃത്തിയാക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല. അതാണ് വാക്കും പ്രവൃത്തിയും തമ്മിൽ നാം മനുഷ്യർക്ക് ഉണ്ടാകുന്ന വൈരുദ്ധ്യം. 4 മനുഷ്യർ തങ്ങൾ കണ്ടും കേട്ടുമറിഞ്ഞ കരുണയുടെ നീരുറവ അത് ദാഹിച്ച് വിഷമിക്കുന്നവർക്ക് എന്ത് ത്യാഗം സഹിച്ചും ലഭ്യമാക്കേണ്ടതാണ് തങ്ങളുടെ കടമയെന്ന ബോധ്യത്തിൽ സ്വയം മറന്ന് പ്രവർത്തിക്കുന്ന 4 മനുഷ്യർ ഈ സുവിശേഷ ഭാഗത്തിലുണ്ട്. തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് മറ്റു മനുഷ്യർ എന്തു പറയുന്നു എന്നവർ ചിന്തിക്കുന്നില്ല. നന്മ ചെയ്യുന്നതിന് അർഹിക്കുന്നവന് നീതി ലഭിക്കുന്നതിന് ഉണ്ടാകുന്ന തടസ്സങ്ങളിൽ അവർ പതറുന്നില്ല. അത്തരം പ്രവൃത്തിയിൽ ഊന്നിയ വിശ്വാസ പ്രഘോഷണമാണ് ദൈവിക അത്ഭുതത്തിന് കാരണമാകുന്ന മനുഷ്യൻ്റെ ഭാഗം. ആ 4 മനുഷ്യർ നമുക്ക് ജീവിത മാതൃക ആകേണ്ടവരാണ്. പൊളിച്ചെഴുതുന്ന നിയമങ്ങൾ. പാരമ്പര്യ മതനിയമങ്ങളുടെ മേൽക്കൂര പൊളിക്കുന്ന അവരുടെ വിശ്വാസം ഇച്ഛാശക്തിയുള്ളതാണ്. ദൈവപുത്രൻ ഇരിക്കുന്ന ഇടത്തിലെ മേൽക്കൂരയാണ് അവർ പൊളിച്ചതെങ്കിൽ അത് ദേവാലയത്തിൻ്റെ മേൽക്കൂരയായിരുന്നു. ദൈവത്തിൻ്റേതെന്ന് പറഞ്ഞ് മനുഷ്യരെ ഭയപ്പെടുത്തുന്ന നിയമങ്ങളാണ് യേശു അവിടെ കാരുണ്യത്തിൻ്റെ അത്ഭുതത്തിന് വേണ്ടി ലംഘിച്ചത്. പൊളിക്കപ്പെട്ട ആ മേൽക്കൂരയിലൂടെ തളർന്നിറങ്ങിയവന് അവിടെ അപ്പോൾ ഉണ്ടായത് ഉയിർപ്പിൻ്റെ അത്ഭുതമാണ്. തകർക്കപ്പെട്ട ഏത് ജീവിത ദുരന്തത്തിൽ നിന്നും പ്രതീക്ഷയുടെ അത്ഭുതത്തിന് ദൈവത്തിന് സാധ്യത ഉണ്ടെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ഈ ദേവാലയം പൊളിക്കുക, ഞാൻ 3-ാം നാൾ അത് പുനർനിർമ്മിക്കുമെന്ന്. ആ വാക്കുകളാണ് മനുഷ്യരാശിക്കുള്ള യേശുവിൻ്റെ വാഗ്ദാനം. പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് ഒരു മനുഷ്യൻ അവൻ്റെ ജീവിത സാഹചര്യങ്ങൾ മൂലം കഴിയേണ്ടി വരുന്ന പാപകരമായ ഇരുട്ടിൽ നിന്ന് വിശുദ്ധിയുടെ വെളിച്ചത്തിലേക്ക്, മരണത്തിൽ നിന്ന് ഉയർപ്പിലേക്ക് അവനെ നയിക്കുന്നതാണ് ഈശോയുടെ സ്പർശനവും വാക്കും. അതാണ് ശരിയായ സുവിശേഷം. അതെല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ ആ കരുണ അർഹിക്കുന്നവർക്ക് ലഭ്യമാക്കുന്ന പ്രവൃത്തികൾ ചെയ്യുവാൻ മനുഷ്യനെ ആവശ്യമുണ്ട്. അതാണ് ദൈവവിളി. ആ വിളി കേൾക്കുന്നവർ മനുഷ്യനെ തേടിയിറങ്ങും. അവർ കിടക്കുന്ന മുറികളിൽ നിന്ന് അവരെ ദൈവം ഇരിക്കുന്ന ഇടങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ അത്ഭുതത്തിന് കാരണമാകാനും സാക്ഷികളാകാനും നമുക്കും കഴിയും. അന്ന് അവിടെയുള്ളവർ ഈ കാഴ്ച കണ്ട് ആശ്ചര്യപ്പെട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. മനുഷ്യർ നിങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് എന്ന മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യം നാം ഇവിടെ ഓർമ്മിപ്പിക്കണം. നമ്മുടെ പരിസരങ്ങളിൽ ദൈവത്തിൻ്റെ കടാക്ഷം ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി അവരുടെ കട്ടിലിൻ്റെ അരികിലേക്ക് നാം എത്തണം. അവരെ ദിവ്യബലിയിൽ സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അവർ പൊതുജീവിതത്തിലേക്ക് എഴുന്നേറ്റ് നടക്കുന്ന ആ ദൈവകാരുണ്യം കൺമുമ്പിൽ കണ്ട് അനുഭവിക്കുവാൻ നമുക്ക് അത് കാരണമാകും. അതാണ് ബലിയും ദിവ്യകാരുണ്യവും.